നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അതിന് ഉൾക്കൊള്ളേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഇത് നമ്മളില്ലെങ്കിലും നടക്കുന്ന പൂരമാണ്. മുമ്പ് ബാരിക്കേഡുകൾ ഒന്നും ഇല്ലാതെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതതിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപൂരങ്ങളുടെ വരവ്, ഇതെല്ലാം വ്യത്യസ്തമായ ആചാരങ്ങളാണ്. ഒന്നിനോട് ചേർത്ത് നിൽക്കാൻ പറ്റുന്ന ആചാരങ്ങളുമല്ല. കാരണം ചെറുപൂരങ്ങളായിക്കോട്ടെ, മടത്തിൽ വരവായിക്കോട്ടെ, അത് കഴിഞ്ഞ് ഇലഞ്ഞിത്ര മേളമായിക്കോട്ടെ, അത് കഴിഞ്ഞ് തെക്കൂത്തിറക്കമായിക്കോട്ടെ, അത് കഴിഞ്ഞ് പിന്നെ കുടമാറ്റമായിക്കോട്ടെ, പിന്നെ വെടിക്കെട്ടായിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിനെല്ലാം വ്യത്യസ്തമായ സംഘാടകരുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടു. അവരതിന്റെ ഭാരവാഹികളാണ്. അവർക്ക് അത് എങ്ങനെ കൃത്യമായി നടത്താം എന്നുള്ളത് കാലങ്ങളായി, തലമുറകളായി അവർ ശീലിച്ചു വെച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വള്ളി പുള്ളി തെറ്റില്ലാതെ അവരത് നടത്തുകയും ചെയ്യും. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ശാന്തമായിട്ടുള്ള ഒരു ആൾക്കാരാണ്. ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെയോ അല്ലെങ്കിൽ ആ നാട് മുഴുവനുള്ള ജനങ്ങൾ, തൃശ്ശൂർക്കാർ മാത്രമല്ല, അവിടെ എത്തുന്ന അവര് ഈ പറഞ്ഞ പോലെ കുടമാറ്റം കാണുവാനും അതുപോലെ തന്നെ ഇലഞ്ഞിത്തറ മേളം കാണുവാനും പഞ്ചവാദ്യം കാണുവാനും ഒക്കെയായി വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വെടിക്കെട്ട് കാണുവാനായി വരുന്നവരാണ്. അവരാരും തന്നെ അങ്ങനെ ഒരു അതിക്രമിച്ചു കയറി ഇത് ഇന്നതുപോലെ ചെയ്യണം എന്നുള്ള ഒരു ഒരു രീതിയിലുള്ളവരല്ല. അക്രമ സ്വഭാവം പൊതുവെ കുറഞ്ഞവരാണ്. മദ്യപിച്ചവരൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും അവരാരും തന്നെ പോലീസ് പറയുന്നതിനോ അല്ലെങ്കിൽ ഭാരവാഹികൾ പറയുന്നതിനോ അപ്പുറത്തേക്ക് പോകുന്ന ഒരു ജനക്കൂട്ടമല്ല തൃശ്ശൂർ പൂരത്തിൻ്റെത്. മറ്റു പല ഉത്സവങ്ങളോ അല്ലെ ചടങ്ങുകളുടെയോ ഒക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശാന്തമായി നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ്. കാരണം ആ വടക്കുംനാഥന്റെ തെക്കൂട്ട് ഇറങ്ങിയ അല്ലെങ്കിൽ കുടമാറ്റത്തിന്റെ സമയത്ത് ജനലക്ഷങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണ്. ഒരിക്കലും ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടാവാറില്ല. ഒരാളുടെ തോളിൽ മറ്റൊരാൾ തട്ടിയെന്ന് പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറില്ല. കാരണം ഒരേ മനസ്സോടുകൂടി ഒരേ രീതിയിൽ വരുന്നവരാണ്. പോലീസ് അനുചിതമായിട്ടുള്ള നിബന്ധനകൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സാഹചര്യത്തിലും ഇപ്പം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന്, ആന ഇത്രയും 30 ആന അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ആനകൾ അവിടെ എത്തുന്നുണ്ട് കൃത്യമായിട്ടും. അപ്പൊ ആനകൾ ഏതെങ്കിലും രീതിയിലുള്ള അക്രമ സ്വഭാവത്തിലോ എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമാണ് ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പിന്നൊന്ന് വെടിക്കെട്ടാണ്. അതും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെയുള്ള വെടിക്കെട്ടാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വെടിക്കെട്ടിന്റെ വേള അല്ലെ ആ സമയം ആകുമ്പോഴത്തേക്കും സ്വരാജ്യ റൗണ്ടില്, അതായത് റോഡില് ആളുകളുടെ സഞ്ചാരം കുറയ്ക്കുവാൻ വേണ്ടി പോലീസ് ബാരിക്കേഡുകൾ തീർത്തു. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നിബന്ധനയിലേക്ക് വന്ന സമയമാണ് അതിൽ ആ ഒരു തർക്കം വരികയും ആ ഒരു വിഷയമായി മാറുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം ഇവിടെ അതായത് എണ്ണ അച്ചിലിട്ട യന്ത്രം പോലെ നടന്നു പോകുന്ന പ്രോഗ്രാംസ് ആണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് സമയബന്ധിതമായിട്ട് കൃത്യമായി നടക്കുന്ന ചടങ്ങുകളാണത്. അപ്പം മുന്നൊരുക്കത്തിന്റെ അല്ലെങ്കിൽ മുൻ സമയത്ത് മീറ്റിങ്ങുകൾ നടത്തി ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു ധാരണയിൽ വെടിക്കെട്ടിന്റെ സമയത്ത് എവിടേക്ക് ആളിനെ കയറ്റാം എന്നുള്ളതിനൊരു തീരുമാനം എടുത്തിരുന്നോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഹൈക്കോടതിയുടെയും മറ്റ് കോടതികളുടെയും ഒക്കെ ഉത്തരവുകളുണ്ട് ഇത്ര മീറ്റർ മാറിയ ആളുകളെ നിർത്താൻ പാടുള്ളൂ എന്ന് ഉള്ളത്. പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു കാര്യം ഒന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാല് ആ സ്വരാജ്യ റൗണ്ടിൽ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ ഈ വരുന്ന ജനക്കൂട്ടം ലക്ഷങ്ങൾ അതിൽ ആർക്കും ഇതിൽ പങ്കെടുക്കുവാനോ കാണുവാനോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ജനക്കൂട്ടത്തെ ആ സമയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പോലീസ് എന്നല്ല ആർക്ക് വേണമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതപ്പം നിയന്ത്രിതമായ രീതിയിൽ എങ്ങനെയാണ് അതിനെ ആ സമയോചിതമായി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഔചിത്യം, അത് തൊഴിൽപരമായ ഔചിത്യം പോലീസ് ഉദ്യോഗസ്ഥനാണ് കാണിക്കേണ്ടത്. കാരണം പല സംഭവങ്ങളും ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ സംഭവങ്ങൾ. അത് പോലീസിന്റെ മൊത്തത്തിലുള്ള അവര് പോലീസിന്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചയായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം ഇന്നലെ മുതൽ ഇപ്പൊ ഇത് 36 മണിക്കൂർ നേരത്തെ ഉത്സവമാണ് ആകെ. അതായത് പൂരത്തിന്റെ ദിവസം കാലത്ത് തുടങ്ങിയാൽ പിറ്റേ ദിവസം പകൽപൂരം ഒരു 1 മണി 2 മണിയോടുകൂടി അവസാനിക്കുന്നതോടുകൂടി ഈ തീരെ 36 മണിക്കൂറേ ഉള്ളൂ. പോലീസിന്റെ തുടർച്ചയായ ഡ്യൂട്ടി തന്നെയാണ്, ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഡ്യൂട്ടിയാണ്. ഈ വെയിലും ഈ കഷ്ടപ്പാടും എല്ലാം ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി തന്നെയാണ്. പക്ഷെ അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്ന പോലീസാണ് ഉള്ളത്. ആ പോലീസ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം മുകളിൽ നിന്നുള്ള ഉത്തരവാണ് എന്നുള്ളത് റോഡിൽ നിൽക്കുന്ന സിവിൽ പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ASIO പറഞ്ഞെന്ന് കരുതി അത് മുകളിൽ എവിടുന്നാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം തന്നെയാണ്. അവർക്ക് വയർലെസ്സിൽ ലഭിക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കല്ലാതെ തിരിച്ചൊന്നും പറയാനുള്ള സംവിധാനം കേരള പോലീസിലില്ലല്ലോ ശ്രീ കെ. ആന്റണി.